ഇല്ല തുടങ്ങി. ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകളായി വ്ളോഗിലേക്ക് വന്നേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ നാളെ കഴിഞ്ഞ് ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ബാക്കി നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ എല്ലാവരും ഉണ്ട്, അമ്മയൊക്കെ ഉണ്ട്. അച്ഛൻ പണി തുടങ്ങി, ഇനി ഞങ്ങളും അത് തുടങ്ങാൻ പോവാണ്. നമ്മൾ മണ്ണ് വലിക്കുന്ന സാധനം എടുക്കാൻ വേണ്ടി പോവാൻ. അത് അപ്പി കണ്ടുപിടിച്ചിട്ടാണ്. അതിനകത്ത് മണ്ണ് വലിക്കുന്ന സാധനം. ഞാനേ ഇങ്ങൊന്നേ, ഇതാണോ ഈ സാധനം വെച്ചാണോ? ഏതാ? അപ്പൊ ഇതല്ലായിരുന്നോ? ഇതാണ് സാധനം. എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് വേണം. ഇതാണ് സാധനം. എടുക്കാൻ പാടില്ല. അതിന് എന്തെങ്കിലും സാധനങ്ങൾ ചെറുതുണ്ടോ? എനിക്ക് പിടി അതിനകത്ത് നമ്മളിങ്ങനെ ആ തൂമ്പല് മാറ്റാമോ? തൂമ്പയും കൊണ്ട് വലിക്കണം കേട്ടോ. പണി ചെയ്യണ്ടേ? ഞാൻ പിടിക്കാം. ഞാൻ ചെയ്യുമ്പോൾ പിടിക്കണ്ടേ? നിക്കടെ ഞാൻ ചെയ്യാം. എനിക്കറിയാം. അത് ഒടുങ്ങോ? കാല് കൊണ്ട് കാണിച്ചു വിട് കാല് കൊണ്ട് എനിക്ക് ഒടുങ്ങോ? ഞാൻ മൊത്തത്തിൽ മാറ്റന് മാറ്റിക്കോ. അടുത്ത ആള് തൂമ്പാണ്. എടുക്കാം. പുറകിൽ വേറെ ഇരിക്കണ്ടെന്നാ ഇത് അയച്ചു കാക്കുമ്പോൾ ഇതിന്റെ കാക്കൊണ്ട് എങ്ങനെ വിളിക്കാനാ? എവിടെ പിടിക്കാവോ? വീടെടുത്തോണ്ടിരുന്നോട്ടോ, എന്നെ കാണിച്ചോണ്ടിരുന്നോ? അപ്പൊ അവൻ അത്ര നോക്കണ്ട. ഫോക്കസ് ചെയ്ത് ഇവിടെ മൊത്തമാണ് വലിച്ചോണ്ട്. അത് ബാക്കി ഇങ്ങോട്ട് കാണിക്കാം. അത്ര മതി. കുറച്ച് കൊണ്ട് വലിച്ചോ. ഒരു ടൗല് കെട്ടിയ മൂക്ക്, ഒരു ടൗല് കെട്ടിയ. ഞങ്ങള് ശബരിമലയ്ക്ക് വന്നോണ്ട് ഞങ്ങളിവിടെ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നു. അമ്മ ചേട്ടൻ വീടെടുത്ത് തുടങ്ങിയ വ്ളോഗ് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വലിച്ചതാ. ഞാൻ ഇങ്ങോട്ട് എടുക്കുക.
ഇങ്ങോട്ട് വെച്ചാ പോരെ. അരി അപ്പുറം ഇതെന്തോരം വേണം? ആ സൈഡ് മൊത്തം അങ്ങോട്ട് ആ നടക്കലിന്റെ ആ ചൊവ്വിന് വരെ വലിച്ചെണ്ണ. അതിന് തൊട്ടപ്പുറത്തേക്കായിട്ട് പറയുമ്പോ എന്നെ കാണിച്ചേ. പറയുമ്പോ എന്നെ കാണിച്ചിട്ട് അതിനകത്തേക്ക് പറഞ്ഞേ. നേരെ നോക്കണ്ട. അതിനകത്തേക്ക് വീഡിയോ ജലദോഷം പിടിച്ചിട്ടുണ്ട്. ടവൽ ഇട്ടിട്ട് വരാം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ല ജലദോഷമുണ്ട്. നിങ്ങളെ ഈ റൂമൊക്കെ കണ്ടിട്ടുണ്ടാവും. നിന്റെ ടവൽ എടുക്കട്ടോ. ടവൽ എടുത്ത് നിങ്ങളിപ്പോൾ കാണിക്കാട്ടോ. ടവൽ എടുത്തുണ്ട്. കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ കാണാം. കെട്ടി അല്ല, ഇവിടെ ഞാൻ വയ്ക്കാം. അയ്യോ, ടവലിടുന്നതിന് ഒരു നാക്കുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. പക്ഷേ ഇത് എവിടെയെങ്കിലും വയ്ക്കണം. ഈ സാധനം എവിടെയെങ്കിലും വയ്ക്കണമല്ലോ. ഞാൻ കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ വരാം. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ വിക്സ് എടുക്കണം. അതിന് വിക്സ് കുറച്ച് വെച്ചിട്ട് തൂക്കണം. നമ്മുടെ മൂക്ക് വരുന്ന സ്ഥലത്തേക്ക് ഇത് തൂക്കണം. കുറേ എടുക്കണം. കുറേ എടുത്ത് തൂക്കണം. അപ്പോൾ നല്ല സുഖമായിരിക്കും. ഇനി ഇതിട്ട് നമ്മൾ അങ്ങനെ ഇതിങ്ങനെ എടുത്ത് കെട്ടണം. കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ വരാം. കണ്ട ഇങ്ങനെയാണ് ഇരിക്കണം. അമ്മയായിരുന്നു നേരത്തെ വീട്ടിലെടുത്തിട്ട്. ഫസ്റ്റ് പണിയെടുക്കണ്ടേ. ഈ ഇതിന്റെ ഈ ഏറ്റവും ഇവിടെ മുതൽ ഇവിടെ വരെ ഇത്ര ആ ലെവലിലെടുക്കണം. ഷെല്ലെടുത്ത് മാറ്റണം. ഇതേ ഉണ്ണിച്ചു പണിയെടുക്കാൻ പോവാണ് കേട്ടോ. കുറേ നേരത്തെ ചെരുപ്പൊക്കെ ഇട്ട് ഭയങ്കര പണിയെടുക്കാൻ പോവാണ്. അമ്മയുടെ പണിയെടുക്കുന്നുണ്ട്. ചേട്ടനുണ്ട്, അച്ഛനുണ്ട്. ചെറിയ വെച്ച് കിട്ടാൻ വലിയ പാടാട്ടോ. അവിടെ അത്ര വരുന്ന ഇവിടെ ആകെ ഇച്ചിരിയാണ് കൊടുക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഈ ട്യൂബ് എന്താ ചടിച്ചു. പുല്ലല്ല ചെത്തലാണ്. സ്റ്റാൻഡ് അവിടെ നേരിട അവിടെ അത് സ്റ്റാൻഡിന്റെ കൈ പിടിച്ചത്. ഇത് ഒച്ചക്ക് മറ്റേ സ്റ്റാൻഡ് അവിടെ ചെത്താൻ. അത് അടിച്ചു കളയും. ഇതുകൊണ്ട് പോവില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചു കളയാറുന്നു. വേറെ വലിയ സാധനം ഉണ്ടോ ഇങ്ങനെ വലിക്കണേ? അതൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി ഇത് കുറച്ച് തീർത്ത് കഴിഞ്ഞിട്ട് കാണാം. ഇത് വലിക്കുമ്പോ പൊടി അടിക്കുന്ന കാരണം ഞാൻ അവിടെ കയറിക്കാണ് നന്നായി.
ഇതിലൂടെ ഉണ്ട്. ഇതൊക്കെ വാടിപ്പോയ ചെടികളാണ്. അത് അനങ്ങി എടുക്കണേ, ഒന്നും വന്നില്ലോ. ഇതെന്തെടുക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാ ഇതെന്ത് തന്നെ ഈ ചരല് മാറ്റുന്ന കാര്യം എന്താ വെച്ചാ നാളെ ഇവിടെ പടുത്തൊക്കെ ഇട്ടുണ്ട്, പടുത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെന്താ നാളെ എന്താ ചെയ്യാനുള്ള കുരുത്തോലൊക്കെ കെട്ടാനാ. കുരുത്തോല തൂക്കിടാൻ എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ നാളെ ചിലപ്പോൾ സമയം കിട്ടാണ്ട് വരും. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇത് ചെയ്ത് തരണേ. ഇനി മെഴുകണ്ടേ, അത് ഈ മെഴുകാൻ ചാണകമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് മെഴുകണം. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ അതാണ് ഇന്ന് ഇത് ചെയ്യാനുള്ളതിന്റെ കാരണം. രണ്ടട്ടേക്കണ പോലെ അല്ല, കുറുവാസംഘം പോ കുറുവാസംഘം. അണ്ടർടേക്കറിനെ പോലെ വന്നിട്ടുണ്ട്. ഇപ്പൊ തുടങ്ങിയോളാം. ഇവിടെ വ്ളോഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരാളിപ്പോ വ്ളോഗ് എന്ന് പറഞ്ഞ് എടുത്തു വന്നിട്ട് ഇത് ഇട്ടൊന്നും കാണാനുള്ള ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ടിപ്പോ 1 വർഷമായി. ഈ ചാർജ് തുടങ്ങിയപ്പോ എടുക്കണ ഇതുവരെ ഇട്ടാണ് ഞാൻ കണ്ടല്ല. ഇതന്നെ അല്ല ഇതെടുക്കുമ്പോൾ പറഞ്ഞേ, ഇന്ന് ഇടും നാളെ ഇടും എന്നൊക്കെയാണ് പറയണേ. ഇട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടണം. കഴിഞ്ഞോ ജോലി കഴിഞ്ഞോ? എനിക്കാനോ എവിടെ പിടി നാശില്ലായിക്കോളൂന്നാണ് പറയുന്നത്. അത്ര ഉള്ളു കാര്യം. ഇപ്പൊ ഇത്ര ഭാഗത്ത് ചരല് മാറ്റിയിട്ടുണ്ട്. ഒരാളെ പണി എടുത്ത് ക്ഷീണിച്ച് വേർത്ത് പൊടിച്ച് വന്നിരിക്കുന്നുണ്ട്. കണ്ടോ, വേർപ്പ് നെറ്റി തോന്നിരിക്കുന്നുണ്ട്. അവിടുത്തെ പേര വെട്ടി, പേരയുടെ കുറച്ച് ചില്ലകളൊക്കെ വെട്ടി കണ്ടോ. അതൊക്കെ എന്ത് 2 പേരക്ക കിട്ടിയില്ലായിരുന്നോ? അത് അതെ 2 പേരക്കയും കിട്ടിയിട്ടുണ്ട്. അത് എനിക്കല്ലേ എന്താ ഇങ്ങനെ
രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം എനിക്ക് എനിക്ക് എനിക്കിതല്ലേ. ഓ അപ്പൊ രണ്ടുപേരും ഇത് ഫേക്കാണ്, നിങ്ങളത് ചെയ്യരുത്. എല്ലാവരും നിങ്ങളോട് പറയാനുള്ളത്, എല്ലാരും ഈ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഒരു ഫോൺ വാങ്ങിക്കാന്ന് വിചാരിക്കും. വെറും 999 രൂപ. ഇത് തട്ടിപ്പാണ്. ഇത് വാങ്ങിക്കണവരോടായിട്ട് പറയണേ, ഇങ്ങനത്തെ ഫോണുകളൊക്കെ തരാന്ന് പറയുന്നത് തട്ടിപ്പാണ്. ആരും ഈ കുഴി ചെന്ന് ചാടരുത് അല്ലേ. അപ്പൊ അത് ഏകദേശം ഇവിടെ നില ഇനി ഇത് ആ കിടക്കുന്ന നിലന്ന് പറഞ്ഞാൽ ആ മരം ചില്ല വെട്ടിയപ്പോ വന്നതാണ്. അപ്പൊ അത് അടിച്ചു വരുമ്പോ എല്ലാം ശരിയാവും. അപ്പൊ ഇവിടെയൊക്കെ വൃത്തിയായിട്ട് കിടക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് പണി. എത്ര ഉള്ളൂ. ഇന്ന് വൈകുന്നേരമാണ് മെഴുകും. ഇന്ന് വൈകുന്നേരം മെഴുകുണ്ട്. ഇന്ന് മെഴുകും കൂടെ ചെയ്യണ്ടോ. അപ്പൊ അതും കൂടെ ഉണ്ടെന്ന്. നാളെ അടുത്ത വേറെ വ്ലോഗ് ഉണ്ടാവും. നാളെ വ്ലോഗ് ഇടാനെ വ്ലോഗ് ഇടുവോ. പിന്നെ ഇത് ഇവരിത് പറയാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ഇതുവരെ ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം കഴിയാറായിട്ടുണ്ട്. കാണിച്ചിട്ട് ഇനിയിപ്പോ മെഴുകാനും കൂടെ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ ഒരു കൊച്ചു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗൈസ്. ഈ കൊച്ചു വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ. ടാറ്റാ.